പഠിക്കുന്ന എല്ലാ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്കും യേശുക്രിസ്തു നാമത്തിൽ വീണ്ടും നിങ്ങൾക്ക് സ്നേഹവന്ദനവും സ്വാഗതവും അറിയിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പാഠങ്ങൾ നിങ്ങൾ മനോഹരമായി പഠിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. മനഃപ്പാഠവാക്യങ്ങളെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പാഠഭാഗങ്ങളെല്ലാം ശരിക്കും വായിച്ച് അതിലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഗ്രഹിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. ഇന്ന് നമ്മൾ പുതിയൊരു വ്യക്തിയുമായിട്ടാണ് പിന്നെയും നമ്മുടെ പാഠം തുടങ്ങുന്നത്. നമുക്ക് ആദ്യമായിട്ട് എന്ത് പ്രാർത്ഥിച്ച് തുടങ്ങാം. കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവിൻ തന്റെ സമയത്തിനായി ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സൺഡേ സ്കൂളായി ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ പാദവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ദൈവികമായ അറിവ് ഞങ്ങൾക്ക് പകർന്നു തരണം. അത് ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരുവാൻ ദൈവം സഹായിക്കണം. പ്രാർത്ഥനയായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ കഴിഞ്ഞ ചില 2 ആഴ്ചകളായിട്ട് നമ്മൾ ന്യായാധിപന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നത്. ഇസ്രായേൽ ജനത്തെ ഭരിക്കുന്നതിന് വേണ്ടി അല്ലെ അവരെ ദൈവിക മാർഗത്തിലേക്ക് നടത്തുന്നതിന് വേണ്ടി ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച് നമ്മൾ പഠിച്ചായിരുന്നു. ഇസ്രായേലിലെ അവസാനത്തെ ന്യായാധിപനായിരുന്ന ശമൂവേൽ എന്ന് പറയുന്ന ന്യായാധിപൻ ഒരു പ്രവാചകനും കൂടെയായിരുന്നു. ശമൂവേൽ ആയതുകൊണ്ട് ശമൂവേലിന്റെ മക്കളും അദ്ദേഹത്തെ ഈ ന്യായപാലനത്തിൽ എന്ത് ചെയ്തു? സഹായിച്ചിരുന്നു. എന്നാൽ മക്കൾ പിതാവിന്റെ ആഗ്രഹപ്രകാരം ഒന്നുമല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ചൊന്നുമല്ല ഇസ്രായേലിനെ ന്യായപാലനം ചെയ്തിരുന്നത്. ഇസ്രായേൽ ജനത്തെ വളരെയധികം ദ്രോഹിച്ചിരുന്ന ഒരു മക്കളായിരുന്നു, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ വളരെയധികം ദ്രോഹിക്കുന്ന രീതിയായിരുന്നു ശമൂവേലിന്റെ മക്കൾ ചെയ്തത്. അതുകൊണ്ട് ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? ശമൂവേലിനോട് ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു തരണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇസ്രായേൽ ജനത്തിന്റെ ഈ ആഗ്രഹം ആദ്യം ശമൂവേലിന് അനിഷ്ടമായിട്ട് തോന്നി, അല്ലെങ്കിൽ ഇഷ്ടക്കേട് പോലെ തോന്നി. ഇവരെന്തിനാണ് ഇതിങ്ങനെ ചോദിക്കുന്നത്? ഇനി ഒരു രാജാവ് എന്തിനാണ്? കാരണം എന്ന് ചോദിച്ചാൽ, ഒരു രാജഭരണത്തിന് കീഴിൽ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ ജനത്തോട് പറഞ്ഞു മനസ്സിലാക്കി. എന്നാൽ ജനങ്ങളുടെ ആവശ്യം രാജാവ് വേണമെന്നുള്ള ആവശ്യം ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം ശമൂവേലിന് അരുളപ്പാട് കൊടുത്തു, അല്ലെങ്കിൽ അനുമതി കൊടുത്തു. ഒരു രാജാവിനെ വാഴിക്കുന്നതിന് വേണ്ടി അനുമതി കൊടുത്തു. ഇതിന് മുന്നോടിയായിട്ട് തന്നെ ശമൂവേൽ പറഞ്ഞു, ഒരു രാജാവ് വന്നു കഴിഞ്ഞാലുള്ളതായ അവസ്ഥ ഇന്നതൊക്കെയാണെന്ന് ജനങ്ങളോട് പറഞ്ഞു. നിങ്ങൾ കുഞ്ഞ് ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിക്കുന്നില്ല, രാജഭരണകാലത്തെ അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥയൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ രാജഭരണം എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ഭരണമാണ്. അപ്പം അത് നല്ല ഒരവസ്ഥയല്ല ആ സമയങ്ങളുണ്ടാകുന്ന. ഈ കാര്യങ്ങളെല്ലാം ജനത്തെ ബോധ്യപ്പെടുത്തി. എങ്കിലും ദൈവം എന്ത് ചെയ്തു? ജനങ്ങളുടെ അപേക്ഷ മാനിച്ച് ശൗലിനോട് പറഞ്ഞു, എന്ത് ചെയ്യുക? ശമൂവേലിനോട് പറഞ്ഞു, ഒരു രാജാവിനെ വാഴിച്ചോളെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശമൂവേല് ഇസ്രായേലിന് വേണ്ടി രാജാവായി ആദ്യമായി കണ്ടെത്തി രാജാവായി അഭിഷേകം ചെയ്ത വ്യക്തിയാണ് ശൗൽ എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ ഇന്ന് പഠിക്കുന്ന വ്യക്തി. ഇസ്രായേൽ ജനത്തിന്റെ ആവശ്യപ്രകാരം ശമൂവേൽ ഒരു രാജാവിനെ വാഴിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ശൗലിനെ കണ്ടുമുട്ടുന്നതും ശൗലിന് ഒരു തെരഞ്ഞെടുപ്പും വിളിയും ഒക്കെ ഉണ്ടാകുന്ന എങ്ങനെ നമുക്കൊന്ന് നോക്കിയാലോ. ശൗൽ ആരായിരുന്നെന്ന് ചോദിച്ചാൽ, ശൗൽ ബെന്യാമീന്റെ ഗോത്രത്തിൽ കീശ് എന്ന് പേരുള്ള ഒരു ധനികന്റെ മകനായിരുന്നു ശൗൽ എന്ന് പറയുന്ന ആള്. ബെന്യാമിൻ ഗോത്രക്കാരനായിരുന്നു ആര്? ശൗല്. വളരെ സുന്ദരനായിരുന്നു, അവനെ കാണാൻ നല്ല മനോഹരമായിരുന്നു. സുന്ദരനായിരുന്ന ഈ ശൗല് എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കമുള്ള ആളായിരുന്നു. ചില പൊക്കമേറിയ ആളായിരുന്നു ആര്? ശൗല്. ഒരു ദിവസം ഈ ശൗലിന്റെ വീട്ടിൽ നിന്നും ചില കഴുതകൾ കാണാതെ പോയി. അവരുടെ വീട്ടിലെ കഴുതകളിൽ ചിലത് കാണാതെ പോയപ്പോൾ അപ്പൻ പറഞ്ഞതനുസരിച്ച് ശൗലും ഭൃത്യന്മാരും എന്ത് ചെയ്യുക? കാണാതെ പോയ കഴുതകളെ തേടി ഇങ്ങനെ പുറപ്പെടുക. നമ്മൾ ഇസഹാക്കിന്റെ കാര്യം പഠിച്ചതുപോലെ തന്നെ ഈ അപ്പനോട് വളരെ അനുസരണയുള്ള ആളായിരുന്നു ശൗൽ. അപ്പൊ ശൗലിനോട് തന്റെ അപ്പൻ പറഞ്ഞു, എന്താണ് ഈ നമ്മുടെ വീട്ടിൽ നിന്ന് കാണാതെ പോയ കഴുതകളെ കണ്ടെത്തി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ അപ്പന്റെ താല്പര്യപ്രകാരം ശൗലും ഒരു ഭൃത്യനും കൂടെ എന്ത് ചെയ്യുക? കഴുതകളെ തേടി ഇങ്ങനെ പുറപ്പെടുക. അങ്ങനെ അപ്പനെ പൂർണ്ണമായി അനുസരിച്ച് തൻ്റെ ഭൃത്യനുമായിട്ട് പല സ്ഥലങ്ങളിലും കഴുതകളെ അന്വേഷിച്ച് പോയി. പക്ഷെ കണ്ടെത്തിയില്ല. കഴുതകളെ കാണാതെ വന്നപ്പോൾ ഒടുവിൽ ദൈവപുരുഷനായ ശമൂവേലിനെ കുറിച്ച് ശൗൽ ഇങ്ങനെ കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം ഒരു ദൈവപുരുഷനാണല്ലോ, നമ്മൾ പറഞ്ഞ പ്രവാചകനും കൂടെയായിരുന്നു ശമൂവേൽ. എന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ ഇതിനെന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാകുമോ എന്ന് കരുതിയായിരിക്കാം ശൗലും ഭൃത്യനും എന്ത് ചെയ്തു? ശമൂവേലിന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ശൗലും ഭൃത്യനും ശമൂവേലിന്റെ വീട്ടിലേക്ക്
പോവുകയാണിപ്പോൾ. അങ്ങനെ ശൗല് ഭൃത്യന് ശമൂവേൽ പ്രവാചകന്റെ വീട്ടിൽ ഇപ്പോൾ എത്തി നിൽക്കുകയാണ്. പ്രവാചകന്റെ വീട് എവിടെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കിയ ശൗലും ഭൃത്യനും ഒരു സമ്മാനവുമായിട്ടാണ് ശമൂവേലിന്റെ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ ദൈവദാസന്മാരെ ബഹുമാനിക്കുന്ന ഒരു യുവാവായിരുന്നു ശൗല്. അതുകൊണ്ട് തന്നെ ആണ് ശമൂവേൽ ഒരു സമ്മാനം, ഒരു പാരിതോഷികവും കൊടുക്കുന്നതിന് വേണ്ടി ശൗൽ എന്ത് ചെയ്തത്, ഒരു സമ്മാനം തൻ്റെ പക്കൽ കരുതിയത്. ഈ ശൗലും ഭൃത്യനും അവരുടെ വീട്ടിലെത്തുമ്പോൾ, ശമൂവേലിന്റെ വീട്ടിലെത്തുമ്പോൾ ശമൂവേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബെന്യാമീൻ ദേശക്കാരനായ ഒരാൾ തൻ്റെ അടുക്കിലേക്ക് അയക്കുമെന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട് ശമൂവേലിന് ഓൾറെഡി ഉണ്ടായി. അപ്പോൾ ഇവർ വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ശമൂവേലിനോട് പറഞ്ഞായിരുന്നു, ബെന്യാമീൻ ദേശക്കാരനായ ഒരാൾ നിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇസ്രായേലിലെ രാജാവെ അവനെ അഭിഷേകം ചെയ്യണമെന്നും ദൈവം തീരുമാനിച്ചു. ഈ വരുന്നവൻ, നിന്റെ അടുക്കിലേക്ക് ഇപ്പോൾ വരുന്ന ആള്, അവനെ എന്ത് ചെയ്യണം, നീ ഇസ്രായേലിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യണമെന്നും ദൈവം തീരുമാനിച്ച കാര്യം ശമൂവേലിനോട് എന്ത് ചെയ്തു, അരുളപ്പാടായിട്ട് പറഞ്ഞു. ജനത്തെ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടിയായിരുന്നു ശൗലിനെ രാജാവെ അഭിഷേകം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ പല സമയങ്ങളിലായിട്ട് ഫിലിസ്തീയ ജാതി എന്ത് ചെയ്തു, പലപ്പോഴും ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പൂർണ്ണ വിജയം നേടുന്നതിന് വേണ്ടി ശൗലിനെ രാജാവായിട്ട് വാഴിക്കണമെന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. കൃത്യമായ ഒരു സ്വീകരണമാണ് ശൗലിന് ശമൂവേലിന്റെ വീട്ടിൽ ലഭിച്ചത്. വളരെ വ്യാകുലപ്പെട്ടാണ് ശമൂവേലിന്റെ അടുത്തേക്ക് ആര് ചെല്ലുന്നത്, ശൗല് ചെല്ലുന്നത്. കാരണം ഇദ്ദേഹം ഒരു ദൈവഭൃത്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്തായിരുന്നു ശൗലിനെ ഭരിച്ചിരുന്ന വ്യാകുലത എന്ന് പറയുന്നത്? കാരണം ശൗലിന്റെ ഭവനത്തിൽ നിന്ന് എന്ത് ചെയ്തു, ചില കഴുതകളെ എന്ത് ചെയ്തു, കാണാതെ പോയിട്ടുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി പിടിക്കണം. ഇതിനൊരു പോംവഴി എന്നോണമാണ് എന്ത് ചെയ്യാണ്, ദൈവത്തിൻ്റെ ഭൃത്യൻ്റെ ഒരു സഹായം തേടി ശമൂവേലിൻ്റെ ഭവനത്തിലേക്ക് ശൗൽ എത്തുന്നത്. എന്നാൽ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ശമൂവേൽ എന്ത് ചെയ്തു, ഈ ശൗലിനോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നീ വന്ന എന്തിനാണെന്നും നിന്റെ ഇങ്ങനെ കഴുതകൾ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ ശൗലിന് അത്ഭുതം തോന്നി. ഇതൊക്കെ ഈ ദേവദാസൻ ഇതെല്ലാം അറിഞ്ഞല്ലോ എന്ന്. എന്നിട്ട് പിന്നെ നല്ലൊരു വർത്തമാനം കൂടെ പറഞ്ഞു. എന്താണ്, നീ പേടിക്കണ്ട, നിന്റെ വീട്ടിൽ നിന്ന് കാണാതെ പോയ കഴുതകളെ കണ്ടെത്തിയിരിക്കുന്നു. എന്നിട്ട് നല്ലൊരു സദ്വർത്തമാനം കൊടുത്തപ്പോൾ ശൗലിന് തൻ്റെ ഹൃദയത്തിൽ വളരെ ആശ്വാസം തോന്നുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ ശമൂവേൽ ശൗലിനോടൊരു കാര്യം പറഞ്ഞു. ഇതാണ് പറഞ്ഞത്, ഇസ്രായേൽ ജനം മുഴുവനും നിന്റെ മേലെ ആഗ്രഹം വെച്ചിരിക്കുക, അല്ലെ നിന്നെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം ഇസ്രായേൽ മക്കളുടെ ആഗ്രഹം മുഴുവനും, അവരുടെയൊക്കെ ആഗ്രഹം ശൗലിന്റെ മേലാണെന്ന് പറഞ്ഞപ്പോൾ ശൗൽ അമ്പരന്ന് പോയി. തൻ്റെ ഒന്നുമില്ലായ്മയാണ് അവിടെ താൻ കാണിച്ചത്, അല്ലെങ്കിൽ ആ ഒരു എളിമത്തമാണ് ശൗൽ അവിടെ കാണിച്ചത്. ശൗല് പറയാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമീൻ ഗോത്രത്തിൽ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിലെ അംഗമാണെന്ന് അറിഞ്ഞിരിക്കുക, ഇതൊക്കെ എന്നോട് എങ്ങനെ പറയാനായിട്ട് തോന്നി എന്നാണ് ശമൂവേലിനോട് മറുപടി പറഞ്ഞത്. തൻ്റെ എളിമത്വം എങ്ങനെയാണ് പറഞ്ഞത്? ഞാൻ വലിയ കുടുംബത്തിൽ നിന്നൊന്നും വരുന്ന ആളൊന്നുമല്ല, ഒരു രാജാവായിട്ട് മാറാനായിട്ട് എനിക്ക് വലിയ കുലീനതയൊന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് വലിയ പ്രാഗൽഭ്യമൊന്നുമില്ല, ഞാൻ വലിയ കുടുംബക്കാരനൊന്നുമല്ല എന്നൊക്കെയാണ് പറഞ്ഞു വെച്ചത്. ഞാൻ അവിടുത്തെ ഗോത്രങ്ങളിലെ ഏറ്റവും ചെറിയ ഗോത്രമായ ബെന്യാമീൻ ഗോത്രത്തിലെ ഗോത്രത്തിൽ തന്നെ ചെറിയ സാധാരണപ്പെട്ട കുടുംബത്തിലെ ആളാണ് ഞാൻ എന്ന് ശമൂവേലിനോട് പറഞ്ഞപ്പോൾ ശമൂവേലിന് വളരെ സന്തോഷം തോന്നിക്കാണും ഇദ്ദേഹത്തിൻ്റെ ഈ എളിമ കണ്ടപ്പോൾ. അപ്പോൾ നമ്മളാണെങ്കിലും ഒന്ന് ചിന്തിക്കണം, എന്താണ്, തന്നെത്താൻ താഴ്ത്തുന്നവർ മാത്രമേ ദൈവത്താൽ എന്ത് ചെയ്യത്തുള്ളൂ, ഉയർത്തപ്പെടുകയുള്ളൂ. നമ്മൾ സ്വയമായിട്ട് അഹങ്കരിച്ച് നടന്നാൽ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാകത്തില്ല. നമ്മൾ എപ്പോഴൊക്കെ നമ്മളുടേതായ എളിമത്തം കാണിക്കുന്നു അപ്പോഴെല്ലാം ദൈവം നമ്മളോട് കരുണ കാണിക്കും. നമ്മുടെ മാതാപിതാക്കൾ പറയാറില്ലേ, എന്താണ്, താഴ്ന്ന നിലത്തെ നീരോടു എന്ന് പറഞ്ഞാൽ എളിമയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ജയം ഉണ്ടാകുകയുള്ളൂ. ഈ ശൗലിനും ഭൃത്യനും ശമൂവേൽ അവിടെ വലിയൊരു വിരുന്നാണ് ഒരുക്കി വെച്ചത്. ഇവർ വരുന്നത് അറിഞ്ഞതിന് അവർ നല്ലൊരു വിരുന്നൊക്കെ അവിടെ ഒരുക്കി വെച്ചു. അപ്പോൾ അന്ന് അവിടെ വിരുന്നിന് വരുന്നത് മറ്റുള്ളവരൊക്കെ വരുമല്ലോ. വന്ന ഗസ്റ്റിൻ്റെ ഒക്കെ മധ്യത്തിൽ ശൗലിനെ എന്താണ്, വലിയ സ്ഥാനം കൊടുത്താണ് ശമൂവേൽ അവനെ അവിടെ സ്വീകരിച്ചത്. ശൗലിനെ ശമൂവേലിൻ്റെ വീട്ടിൽ വന്ന എല്ലാ അതിഥികളിലും വെച്ച് വളരെ പ്രാധാന്യം കൊടുത്താണ് ശൗലിനെ എന്ത് ചെയ്തത്, ശമൂവേൽ അവിടെ ട്രീറ്റ് ചെയ്തത്. ഇനി ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്യുന്ന ആ ഒരു സീൻ നമുക്കൊന്ന് നോക്കിയാലോ.
തലേദിവസം ശൗമേലിന്റെ ഭവനത്തെ ട്രീറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പട്ടണത്തിൽ വെച്ച് സൂഫ് എന്ന് പറയുന്ന പട്ടണത്തിലായിരുന്നു ശമൂവേൽ അപ്പോൾ താമസിച്ചിരുന്നത്. സൂഫ് എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണത്തിൽ വെച്ച് ഞാൻ നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കണേ, നീ അല്പം നിൽക്ക എന്ന് ശമൂവേൽ പറഞ്ഞു. ശൗലിനോട് പറയാണ്, നീ ഒന്ന് നിന്നേ, ഞാൻ നിന്നോട് കുറച്ച് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ശമൂവേൽ തൈലപാത്രം അവന്റെ തലയിൽ ഒഴിച്ചു. ഇസ്രായേലിന്റെ പ്രഭുവായി അവനെ അഭിഷേകം ചെയ്തു. തിരിച്ചു പോകുമ്പോൾ ആത്മാവ് അവന്റെ മേൽ വന്ന് അവന് പ്രവാചകന്മാരോടൊപ്പം പ്രവചിച്ചു. ഈ സൂഫ് എന്ന പട്ടണത്തിൽ വെച്ച് ശമൂവേൽ ദൈവത്തിന്റെ അരുളപ്പാട് ശൗലിനോട് പറയുകയും തൈലപാത്രം അവന്റെ തലയിൽ ഒഴിച്ച് ശൗലിനെ രാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. രാജാവായി ഈ ശൗലിനെ ശമൂവേൽ രാജാവായി അഭിഷേകം ചെയ്യുമ്പോൾ ശൗലിന് 30 വയസ്സേ ഉള്ളൂ. അങ്ങനെ തന്നെ ഇസ്രായേലിന്റെ രാജാവായിട്ട് ശമൂവേൽ അഭിഷേകം ചെയ്യുന്നു. തിരിച്ചു പോകുമ്പോൾ അവന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്ന് അവൻ എന്ത് ചെയ്യുന്നറിയാമോ? പ്രവാചകന്മാരോടൊപ്പം പ്രവചിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതായത് ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേൽ ആവസിച്ചു, അല്ലെങ്കിൽ ദൈവൻ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേല് വന്നു. പിന്നീട് മിസ്പയിൽ വെച്ച് ശമൂവേൽ ജനത്തിന്റെ മുമ്പിൽ വെച്ച് അവനെ തെരഞ്ഞെടുത്ത് രാജാവായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. മിസ്പയിൽ വന്നിട്ട് ജനങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ചീട്ടിട്ട് അവനെ രാജാവായി തെരഞ്ഞെടുത്തതെന്ന് ജനത്തിന്റെ മുമ്പിൽ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായിട്ട് ശൗലിനെ തെരഞ്ഞെടുത്തായിട്ട് അവിടെ പ്രഖ്യാപനം നടത്താനായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ 30-ാമത്തെ വയസ്സിൽ ശൗല് ഇസ്രായേൽ ജനത്തിന്റെ ആദ്യത്തെ രാജാവായിട്ട് ശമൂവേലിനാൽ അഭിഷേകം ചെയ്യപ്പെടുകയാണ് ചെയ്തത്. കുഞ്ഞുങ്ങളെ നോക്കിക്കേ, കഴുതകളെ അന്വേഷിച്ചു പോയ ശൗൽ ഇപ്പോൾ ആരായിട്ട് മാറി? ഇസ്രായേൽ ജനത്തിന്റെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട് രാജാവായിട്ട് ഇപ്പം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അല്ലേ. അങ്ങനെ രാജാവായി ഇരിക്കെ നമ്മൾ പഠിച്ചായിരുന്നു, അദ്ദേഹത്തിന് വളരെ എളിമയും ഒക്കെ ഉണ്ടായിരുന്നു. ദൈവഭക്തന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞാലും ചില പാളിച്ചകളൊക്കെ ഈ ശൗലിന്റെ ജീവിതത്തിൽ സംഭവിച്ചു. അതായത് ഒരിക്കൽ ശൗല് ദൈവകൽപ്പനയ്ക്ക് വിരോധമായിട്ട് അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് യാഗം കഴിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അതായത് ഫെലിസ്തീയ ജനം ഒരിക്കൽ യുദ്ധത്തിന് വേണ്ടി എന്ത് ചെയ്തു വന്നു. ഫെലിസ്തീർ യുദ്ധത്തിന് വന്നപ്പോൾ ശൗല് ഗിൽഗാലിൽ വന്നപ്പോൾ പാർക്കുകയായിരുന്നു. ശൗല് ഗിൽഗാലിൽ പാർക്കുന്ന സമയത്താണ് ഫെലിസ്തീയ ജനം ഇസ്രായേൽ ജനത്തോട് യുദ്ധത്തിന് വേണ്ടി വന്നത്. അപ്പൊ ദൈവകൃപയ്ക്കായിട്ട് ഒരു ഹോമയാഗം കഴിക്കാനായിട്ട് ശൗല് എന്ത് ചെയ്തു? ഒരുക്കങ്ങളൊക്കെ ചെയ്തു. ഈ ദൈവകൃപ വേണമല്ലോ, അതായത് ദൈവകൃപയോടുകൂടി വേണം എന്ത് ചെയ്യാണ് ഇസ്രായേൽ ജനത്തോട് പൊരുതാൻ വേണ്ടി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ശൗൽ എന്ത് ചെയ്തു? ഒരു ഹോമയാഗം കഴിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. യാഗം കഴിക്കേണ്ട പുരോഹിതൻ കൂടിയായി ശമൂവേൽ വരാൻ താമസം ഉണ്ടായപ്പോൾ പുരോഹിതന്മാർ വേണമല്ലോ യാഗം കഴിക്കാൻ. അപ്പം ശമൂവേൽ ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ ശമൂവേൽ വരാൻ വളരെ താമസം ഉണ്ട് എന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ശൗൽ അങ്ങ് യാഗം കഴിച്ചു. അപ്പോഴേക്കും ശമൂവേൽ എത്തി. പുരോഹിതൻ ചെയ്യേണ്ട ശുശ്രൂഷ മറ്റൊരാൾ ചെയ്തെന്ന് കണ്ടപ്പോഴത്തേന് അത് ശമൂവേലിനൊട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഓരോരുത്തരെ ഓരോ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് അവരവർ തന്നെ ചെയ്യണം അല്ലേ. പുരോഹിതന്മാർ ചെയ്യേണ്ട പുരോഹിത ശുശ്രൂഷകൾ അവർ തന്നെ ചെയ്യട്ടെ എന്ന് വെക്കണം. ശൗൽ ആരാണ്? രാജാവാണ്. ശൗൽ രാജാവാണെന്നും പറഞ്ഞിട്ട് ദൈവീക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പം ശൗൽ ഇതിന് കുറേ ന്യായവാദങ്ങളൊക്കെ പറഞ്ഞാലും ശമൂവേൽ എന്ത് ചെയ്തില്ല? അതൊന്നും അംഗീകരിച്ചില്ല. സ്വന്തം ആലോചന പ്രകാരമല്ല ദൈവിക ശുശ്രൂഷ ചെയ്യേണ്ടതെന്ന് ശൗലിനോട് പറഞ്ഞു. നമ്മളും അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവിക ശുശ്രൂഷകൾ ചെയ്യുന്ന നമുക്ക് തോന്നിയ പടിയൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുന്നില്ല. നമുക്കിപ്പോൾ ഒരു ആഗ്രഹം തോന്നി ഇന്ന കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും നമുക്ക് ദൈവിക ശുശ്രൂഷ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കും വിളിയും തെരഞ്ഞെടുപ്പും ഒക്കെ വേണം. അതിനുവേണ്ടിയുള്ള ഒരു വിളിയും അതിനുള്ള അഭിഷേകം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവിക ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ ശൗൽ എന്താ ചെയ്തത്? അദ്ദേഹത്തിന് പുരോഹിത ശുശ്രൂഷ അല്ലെങ്കിൽ യാഗം കഴിക്കാനുള്ള യാതൊരു അഭിഷേകമോ അതിനുള്ള തെരഞ്ഞെടുപ്പോ ഒന്നും ഇല്ല. പക്ഷെങ്കിൽ ദൈവകൃപയ്ക്ക് വേണ്ടിയാണ് ചെയ്തത്. ഉദ്ദേശം നല്ലതായിരുന്നു, പക്ഷെങ്കിൽ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആളല്ല ആ കർത്തവ്യം ചെയ്തത്. എന്തുവാണെങ്കിലും ഫെലിസ്തീയ ജനം ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. അവസാനം ദാവീദിന്റെ സ്നേഹിതനും ശൗലിന്റെ മകനുമായ യോനാഥാൻ നിമിത്തം ദൈവം എന്ത് ചെയ്തു? ഇസ്രായേലിന് ഫെലിസ്തീറിന് മേൽ നല്ലൊരു വിജയം നൽകി.
ഫിലിസ്തീനെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞു. ആരുടെ മുഖാന്തരമാണ്? ദാവീദിന്റെ സ്നേഹിതനും ഈ ശൗലിന്റെ മകനുമായ യോനാഥാൻ നിമിത്തമാണ് അവസാനം അന്ന് ഫിലിസ്തീ ജനത്തെ തോൽപ്പിക്കാനായിട്ട് കഴിഞ്ഞത്. വീണ്ടും ശൗല് ദൈവകൽപ്പനയ്ക്ക് വിരോധമായ ചില പ്രവർത്തികൾ ചെയ്തതായിട്ട് നമുക്ക് പാഠഭാഗത്ത് കാണാനായിട്ട് കഴിയും. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം 15 വരെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ചില ദൈവിക അരുളപ്പാടിന് വിരുദ്ധമായിട്ട് ശൗലിന്റെ പ്രവർത്തികൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ചില നാളുകൾക്ക് ശേഷമായിട്ട് ഇസ്രായേലും അമാലേക്കരുമായിട്ട് യുദ്ധമുണ്ടായി. അന്ന് യുദ്ധത്തിൽ അമാലേക്കരെയും അവർക്കുള്ളതിനെയൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെന്നാണ് ദൈവം ശൗലിനോട് പറഞ്ഞത്. ഈ യുദ്ധത്തിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ എതിരാളിയായ അമാലേക്കരെ അവരെയും അവർക്കുള്ളതിനെയൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ അതിന് വിപരീതമായിട്ടാണ് ശൗലെത്തിയത് പ്രവർത്തിച്ചത്. അവരുടെ രാജാവായ ആഹാഗിനെയും തടിച്ച ആടുമാടുകളിൽ മേത്രമായവയൊക്കെയും ജീവനോടെ സൂക്ഷിച്ചു. അതൊരു വലിയ ഒരു അനുസരണക്കേടായിട്ട് ശൗലിന്റെ ഭാഗത്ത് ഇങ്ങനെ നിന്നു. ദൈവത്തിന് യാഗം കഴിക്കാനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെയായിരുന്നു ശൗലിന്റെ ന്യായം. എന്നാൽ അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതല്ലെന്നും ദൈവകൽപ്പന തള്ളിയത് കൊണ്ട് ആ രാജസ്ഥാനത്തു നിന്നും ദൈവം അവനെ നീക്കിയിരിക്കുന്നുവെന്നും ശമൂവേൽ ശൗലിനെ അറിയിച്ചു. ശൗല് പറഞ്ഞത് എന്താണ്? ഞാനിങ്ങനെ ചെയ്തത് ദൈവത്തിന് യാഗം കഴിക്കുന്നതിന് വേണ്ടിയാണെന്നുള്ളൊരു ന്യായം അവിടെ എന്ത് ചെയ്ത് വില പോയില്ല. പക്ഷെ ഇങ്ങനെ ശമൂവേൽ എന്ത് ചെയ്തത്? അവനെ രാജസ്ഥാനത്തിൽ നിന്നും എന്ത് ചെയ്തു? നീക്കുകയാണ് ചെയ്തത്. ഈ നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലതാണ്. ദൈവകൽപ്പന തള്ളിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? ശൗലിന്റെ രാജസ്ഥാനം അവിടെ തെറിച്ചു പോയത്, അല്ലേ? അപ്പോൾ ഈ അനുസരിക്കാത്തവർ മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അനുസരണക്കേട് കാണിക്കുന്നവർക്ക് ഒരു പശ്ചാത്താപം ഉണ്ടാകണം. അവരെന്ത് ചെയ്യണം? ഒരു മാനസാന്തര അനുഭവത്തിലേക്ക് വരണം. അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് ഇങ്ങനെ തെറ്റുപറ്റിപ്പോയി, എൻ്റെ അറിവുകേട് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളൊരു മനസ്താപമുണ്ട്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് അതിന് ന്യായം പറഞ്ഞ് നിൽക്കുകയല്ല ചെയ്യേണ്ടത്. ഇവിടെ ശൗല് 2 പ്രാവശ്യം അങ്ങനെ തന്നെയാണ് ചെയ്തത്. കുറ്റം ചെയ്തിട്ട് പറഞ്ഞത് അതിന് കുറച്ച് ന്യായവാദങ്ങളുമായിട്ട് വന്നു. പക്ഷെ ശമൂവേൽ എന്ന ദൈവഭൃത്യൻ അതെന്ത് ചെയ്തില്ല, അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഈ അനുസരിക്കാത്തവർ എത്ര മാനസാന്തരപ്പെട്ടു വന്നില്ലെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അങ്ങനെ ദൈവം അരുളി ചെയ്തതനുസരിച്ച് ശമൂവേല് ബെത്ലഹേമിനായ ഇശായിയുടെ 8ാമത്തെ പുത്രനായ ദാവീദിനെ എന്ത് ചെയ്തു? രാജാവായിട്ട് അവിടെ അഭിഷേകം ചെയ്തു. ഇപ്പോൾ എന്താ സംഭവിച്ചത്? ശൗൽ എന്ന് പറയുന്നത് വളരെ മാന്യനായ ഒരു വ്യക്തിയായിരുന്നു, എളിമയുള്ളവനായിരുന്നു, അല്ലേ? ദൈവം അവനെ കണ്ടെത്തി. അവൻ കാളകളെ അവരുടെ വീട്ടിൽ നിന്ന് പോയ കഴുതകളെ തേടിപ്പോയ മനുഷ്യനാണ് രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തത്. പക്ഷെങ്കിൽ ദൈവകൽപ്പനകൾ അനുസരിക്കാതെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? രാജസ്ഥാനം പോലും അവസാനം ഇല്ലാതായിപ്പോയി. കുഞ്ഞുങ്ങൾ, ഇതൊക്കെ വലിയൊരു പാഠമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് തെറ്റുകൾ വരുമ്പോൾ അതിനെ ന്യായം പറഞ്ഞു നിൽക്കാനല്ല. നമ്മൾക്ക് നമ്മുടെ കുറ്റങ്ങൾ പറയുമ്പോൾ നമ്മൾ ആ കുറ്റങ്ങൾക്കെല്ലാം ന്യായം പറഞ്ഞു നിൽക്കുന്ന സ്വഭാവം കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ തെറ്റുകൾക്ക് ന്യായം പറഞ്ഞു നിന്നാൽ കാര്യം നടക്കത്തില്ല. ദൈവിക കൽപ്പനകൾക്ക് അതിൻ്റെതായ വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ പ്രകാരം നിന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ ശൗലിന്റെ രാജസ്ഥാനം തെറിച്ചു. ഇപ്പൊ ആരെയാണ്? ദാവീദിനെയാണ് ദൈവം രാജാവായിട്ട് അഭിഷേകം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? ദാവീദിന്റെ മേൽ വന്നു. ശമൂവേലിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്തു? വിട്ടുമാറി. ഒരു ദുരാത്മാവ് അവനെ ബാധിക്കുകയും അവനിങ്ങനെ ദാവീദിനെ കൊല്ലുവാനായിട്ട് ഭാവിച്ചിങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. ദുരാത്മാവ് വന്നപ്പോൾ അവന് ദാവീദിനോട് വളരെ പകയാണ് ഉണ്ടായത്. അപ്പം അന്ന് മുതൽ ശൗല് ദാവീദിനെ ഇങ്ങനെ കൊല്ലുവാൻ ഇങ്ങനെ ശ്രമിച്ച് തക്ക പാർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ദൈവം പല സമയങ്ങളിലും ദാവീദിനെ എന്ത് ചെയ്തു? വിടുവിച്ചു. നോക്കിയേ, വളരെ അർഹതപ്പെട്ടൊരു സ്ഥാനമാണ് ശൗലിന് ലഭിച്ചത്, അല്ലെ? ഇസ്രായേലിന്റെ രാജാവ് എന്നുള്ള സ്ഥാനം അർഹത ഇല്ലാത്ത സ്ഥാനത്ത് അർഹത നൽകി ദൈവം അവനെ രാജാവാക്കി. പക്ഷെ അതെല്ലാം അവൻ എന്ത് ചെയ്തു? ദൈവകൽപ്പനയ്ക്ക് വിരോധമായി പ്രവർത്തിച്ച് കാരണം രാജസ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു. ദൈവാത്മാവ് പോലും അവനിൽ നിന്ന് എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടു. അവനുണ്ടായ ആ ദാരുണമായ അന്ത്യം എങ്ങനെയാണെന്നറിയാമോ? ഒരിക്കൽ ഇസ്രായേലും ഫിലിസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ പരാജയപ്പെട്ടു പോയി.
സൈനികർ മിക്കവരും കൊല്ലപ്പെട്ടു. ശൗലിന്റെ പുത്രന്മാരായ യോനാഥാൻ, അബിനാദാബ്, മൽക്കിശുവ എന്നിവരും എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. ഗിൽബോവ പർവ്വതത്തിൽ വെച്ചായിരുന്നു ആ യുദ്ധം നടന്നത്. പിടിക്കപ്പെടുമെന്ന് ഭയന്ന ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണ് മരിക്കുകയാണ് ഉണ്ടായത്. തൻ്റെ ആയുധവാഹകനും അങ്ങനെ തന്നെ മരിച്ചു. ഫെലിസ്ത്യർ ശൗലിന്റെ തല വെട്ടി. ഗിലെയാദിലെ ഇസ്രായേലിയർ അവൻ്റെയും പുത്രന്മാരുടെയും ശവശരീരങ്ങൾ യാബേശിൽ കൊണ്ടുചെന്ന് ദഹിപ്പിക്കുകയാണ് ചെയ്തത്. ദൈവ വഴി വിട്ടുപോയവൻ്റെ അന്ത്യം ഒന്നും നോക്കി. ശൗൽ ഇങ്ങനെ ആയിരുന്നു മരിക്കേണ്ടത്? അല്ല, വളരെ ദുഃഖകരമായ ഒരു അന്ത്യമാണ് ശൗലിന് ലഭിച്ചത്. കുഞ്ഞുങ്ങളെ, ഈ പാഠം നമുക്ക് നൽകുന്ന സന്ദേശവും അതൊക്കെ തന്നെയാണ്. ദൈവം കൊടുത്ത ആ ഒരു പദവി അവൻ എന്ത് ചെയ്തു? അവൻ അത് ശരിയായ രീതിയിൽ പ്രയോഗിക്കാത്തതുകൊണ്ട് അവന് ദൈവസന്നിധി വിട്ടുപോവുകയും ദാരുണമായൊരു അന്ത്യം സംഭവിക്കുകയാണ് അവിടെ ഉണ്ടായത്. ദൈവത്തെ ബഹുമാനിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങൾ വളരെ ശ്രേഷ്ഠമാണ്. നമുക്കതറിയാം. ദൈവത്തെ ബഹുമാനിക്കുകയും ദൈവം പറയുന്ന അനുസരിക്കുകയും ചെയ്യണം. അങ്ങനെയെങ്കിൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠമായിരിക്കും. ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാത്തവർ ദൈവ വഴി വിട്ടു പോവുകയാണെങ്കിൽ അവരുടെ അന്ത്യം എന്തായിരിക്കും? വളരെ ശാപം നിറഞ്ഞതായിരിക്കും. അതുതന്നെയാണ് ശൗലിൻ്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത്. ശൗലിന് നല്ല പദവി ഉണ്ടായിരുന്നു. ശൗൽ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ദൈവത്താൽ തന്നെ അഭിഷേകം ചെയ്ത രാജാവായിരുന്നു. പക്ഷേ ദൈവ വഴി വിട്ടു പോയപ്പോൾ അവനെന്താണ്? ആർക്കും ലഭിക്കാത്ത വലിയൊരു ദാരുണമായ അന്ത്യമാണ് അവിടെ ലഭിച്ചത്. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതായി ദൈവിക കൃപകളും ദൈവിക വരങ്ങളും ദൈവിക ദാനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവകൽപ്പന പ്രകാരം തന്നെ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് വിധിച്ചിരിക്കുന്ന വിധി എന്താണെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. കുഞ്ഞുങ്ങളെ, നമ്മുടെ തെറ്റുകൾക്ക് ന്യായം കണ്ടെത്തുന്നവരായിട്ടല്ല, ദൈവകൽപ്പന പ്രകാരമുള്ള മനസ്താപമാണ് നമുക്കുണ്ടാകേണ്ടത്. എല്ലാ തെറ്റുകൾക്കും ദൈവത്തോട് മാപ്പ് ഇരുന്നാൽ, അല്ലെങ്കിൽ അത് തെറ്റുപറ്റിപ്പോയിന്ന് നമ്മൾ ദൈവം മുൻപാകെ പശ്ചാത്തപിച്ചാൽ ദൈവം നമ്മളെ വിടുവിക്കും. തെറ്റില്ലാത്തവരായിട്ട് ആരുമില്ല. എല്ലാവർക്കും തെറ്റുപറ്റും, കുഞ്ഞുങ്ങൾക്കും ഒക്കെ തെറ്റുപറ്റും. പക്ഷേങ്കിൽ അതിനൊക്കെ നമുക്ക് എന്തുണ്ടാകണം? ഒരു മാനസാന്തരം ഉണ്ടാകണം. പക്ഷെ അതിന് പകരമായിട്ട് ന്യായം പറഞ്ഞു നടന്നാൽ ശൗലിനുണ്ടായതായ ദുരവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്നായ നല്ല പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഇതുവരെയും ദൈവമേ, അങ്ങയുടെ പാദവത്തിലിരുന്ന് ഞങ്ങൾക്ക് നല്ല പാഠങ്ങൾ പഠിക്കാൻ ദൈവം കഴിഞ്ഞതിനായി സ്തോത്രം. ശൗലിനെ കുറിച്ച് ഞങ്ങൾ ഇന്ന് പഠിച്ചു കർത്താവേ. ജീവിതത്തിൽ വലിയ വലിയ അവസ്ഥകളും ദൈവത്താൽ അനുഗ്രഹപ്പെട്ട ജീവിതം നയിച്ച ശൗലിന് ദാരുണമായ അന്ത്യമാണ് അവസാനം ലഭിച്ചത്. ദൈവകൽപ്പന വിട്ടുപോയ ശൗലിൻ്റെ ജീവിതം ഞങ്ങൾക്ക് വലിയൊരു പാഠമാണ്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാനും ദൈവകൽപ്പനകൾ പ്രകാരം ജീവിക്കാനും ദൈവ വഴി എന്താണെന്ന് മനസ്സിലാക്കി ജീവിക്കാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിക്കണം. തെറ്റുകുറ്റങ്ങൾ വരുമ്പോഴൊക്കെ അതിനെ പശ്ചാത്തപിക്കുവാനും ദൈവത്തോട് മാപ്പിരക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ പഠിപ്പിക്കണം, സഹായിക്കണം. പ്രാർത്ഥന ഞാൻ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അപ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങൾ നല്ലപോലെ പഠിച്ചു വളരുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച കാണുന്നവരെ എല്ലാവർക്കും